Hello guys, welcome back to my YouTube channel. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വെരി ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ്. ഓക്കെ, സോ ഐ ഹോപ്പ് യു ഗൈസ് വാച്ച് അൺടിൽ ദ എൻഡ്. ഇപ്പം ഇത് എല്ലാ ബിഗിനേഴ്സിനും അതുപോലെ തന്നെ എല്ലാ ലെവലിലുള്ള ആൾക്കാർക്കും ഹെൽപ്ഫുൾ ആവുന്ന ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കണേ. ഇപ്പോൾ നിങ്ങൾക്ക് തംബ്നെയിൽ കണ്ട പോലെ ഇറ്റ്സ് എ സെയിം തിങ് വാട്ട് ഐ എം ഗോണ ടോക്ക് അബൌട്ട്. നമ്മുടെ യൂട്യൂബ് ഫ്രീസ് ആവും എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഓക്കെ, അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇരിക്കാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് നമുക്ക് സുരക്ഷിതമാക്കാം. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. സോ ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് നമ്മളത് തന്നെ കാണുന്ന ലൈക്ക് നമ്മൾ നമ്മുടെ വീഡിയോനെ ഇരുന്ന് കാണാം എന്നിട്ട് നമ്മൾ സംതൃപ്തി അടയില്ലേ, ആ ഒരു സംഭവം അത് പാടില്ല. ഓക്കെ, കാരണം നമ്മൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് വാച്ച് അവേഴ്സ് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇത്തരം വാച്ച് അവേഴ്സ് നമുക്ക് കൂടിക്കഴിഞ്ഞാൽ നമുക്കത് മോണിറ്റൈസ് ആവാനുള്ള എലിജിബിൾ ആവും എന്നുള്ളൊരു ക്രൈറ്റീരിയ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ തന്നെ കണ്ടിട്ട് നമ്മുടെ വാച്ച് അവേഴ്സ് കൂട്ടുമ്പം യൂട്യൂബ് അറ്റ് ദ ടൈം ഓഫ് റിവ്യൂയിങ് ഓക്കെ നമ്മൾ ഈ ക്രൈറ്റീരിയ ഒക്കെ ഈ ക്രൈറ്റീരിയ ഒക്കെ നമ്മൾ ഫുൾഫിൽ ചെയ്തിട്ട് അവർ റിവ്യൂക്ക് അവരയക്കും. ഓക്കെ, ആ ടൈമിൽ നമ്മുടെ വാച്ച് അവേഴ്സ് നമ്മളാണ് കണ്ടിട്ട് കൂട്ടിയെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ യൂട്യൂബ് ഈസ് ഗോണ either ഫ്രീസ് യുവർ അക്കൗണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ വ്യൂസ് പിന്നെ നിങ്ങളിടുന്ന വീഡിയോസിന് വ്യൂസ് കുറയും. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് തിങ്. സോ ഒരു കാരണവശാലും നിങ്ങളുടെ ഇമെയിൽ ഐ ഡി വെച്ചിട്ട് യൂട്യൂബിൽ നിന്ന് വീഡിയോ കാണാണ്ടിരിക്കുക. എന്ന് വെച്ചാൽ നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഇമെയിൽ ഐ ഡിയിൽ നിന്ന് നിങ്ങളുടെ വീഡിയോ മാക്സിമം കാണാണ്ടിരിക്കുക. ഓക്കെ, അത് ഏത് ഡിവൈസ് ആയാലും ശരി, നിങ്ങൾ യൂട്യൂബ് ഇമെയിൽ ഐ ഡിയിൽ നിന്ന് നിങ്ങൾ കാണാണ്ടിരിക്കുക. ഓക്കെ, സോ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സംഭവമാണ്. വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ടൈം ഫിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ. ഇപ്പോൾ ഇന്ന് നമ്മൾ 2 മണിക്ക് അപ്ലോഡ് ചെയ്താൽ മേക്ക് ഷുവർ ദാറ്റ് യു അപ്ലോഡ് ദ വീഡിയോ നെക്സ്റ്റ് ഡേ അറ്റ് ദ സെയിം ടൈം. അപ്പോൾ നിങ്ങൾ നാളെയും 2 മണിക്ക് അപ്ലോഡ് ചെയ്യും എന്നുള്ളൊരു ഷോറിറ്റി ഉണ്ടാക്കുക. അത് നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്ത് വെക്കാം. അതിപ്പോൾ നിങ്ങൾ ലോങ് വീഡിയോ 2 മണിക്കാണെന്നുണ്ടെങ്കിൽ ഷോർട്ട് വീഡിയോ ഒരു 5 മണിക്കത്തേക്ക് നിങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്ത് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ടൈം അലാമൊക്കെ വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡു ദാറ്റ് ടു. ഓക്കെ, പക്ഷെ രണ്ടും അപ്ലോഡ് ചെയ്യുന്നത് ഒരു സെറ്റ് ടൈമിലായിരിക്കണം എന്ന് സെറ്റാക്കുക. എന്ന് വെച്ചാൽ ഇന്ന് നിങ്ങൾ 2 മണിക്ക് ലോങ് വീഡിയോ ആൻഡ് 6 മണിക്ക് ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെയും മേക്ക് ഷുവർ യു ഡു അറ്റ് ദ സെയിം ടൈം. ഓക്കെ, മൂന്നാമത്തെ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വേറെ ആൾക്കാരുടെ വീഡിയോസൊക്കെ കാണുമല്ലോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ അവരുടെ കമൻറ്റ് സെക്ഷനിൽ പോയിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ വേണ്ടിക്ക് നമ്മൾ റിക്വസ്റ്റ് ചെയ്യും. റൈറ്റ്, നമ്മൾ കമൻറ്റ് ചെയ്യും നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെ. ഒരു കാരണവശാലും ചെയ്യരുത്. നെവർ എവർ ഡു ദാറ്റ്. അത് മാത്രമല്ല, നമ്മൾ നമ്മുടെ ഈ പ്രൊഫൈലിൻ്റെ ലിങ്ക് നമ്മൾ എവിടെയും പോസ്റ്റ് ചെയ്തിട്ട് ലൈക്ക് കമൻറ്റ് സെക്ഷനിൽ എവിടെയും പോസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഒരിക്കലും ചോദിക്കാൻ പാടില്ല സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിക്ക്. അത് അഗെയിൻ നിങ്ങളുടെ റീച്ച് കുറക്കും. അത് കൂടിക്കഴിഞ്ഞാൽ ഇഫ് ഇറ്റ് ഈസ് ബിയോണ്ട് എ ലിമിറ്റ് യൂട്യൂബ് വിൽ ഫ്രീസ് യുവർ അക്കൗണ്ട്. ഓക്കെ, ദിസ് ഈസ് ദ തേർഡ് റീസൺ. നൗ ഫോർത്ത് റീസൺ വന്നിട്ട് നിങ്ങൾ ഒരിക്കലും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു. ഓക്കെ, ആ വീഡിയോ നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങളൊരു വീഡിയോ വീഡിയോ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് യൂട്യൂബിൽ കുറച്ച്
they are doing some പ്രോസസ് ഔട്ട് ദെയർ. ഓക്കെ, അവർ ആൾക്കാർക്ക് റിമൈൻഡേഴ്സ്, ആൾക്കാർക്ക് റീച്ച്. അപ്പം നിങ്ങൾക്ക് റീച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ യു ഹാവ് ലൈക്ക് 500 സബ്സ്ക്രൈബേഴ്സ് ബട്ട് യു ആർ ഗെറ്റിംഗ് 20K വ്യൂസ് എന്ന് വിചാരിക്കുക. സോ ദിസ് ഈസ് ബിക്കോസ് യൂട്യൂബ് ഇസ് ഗിവിംഗ് റെക്കമെൻഡേഷൻ ഓഫ് യുവർ പ്രൊഫൈൽ. നിങ്ങളുടെ പ്രൊഫൈൽ യൂട്യൂബ് വേറെ ആൾക്കാർക്ക് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ യൂട്യൂബ് ഹാവ് സർട്ടൻ പ്രോസസ് ടു ഡു. അത് അവർക്ക് നോട്ടിഫിക്കേഷൻ പോകും. ആ സമയത്ത് അവരുടെ കുറേ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. ആ ഡിപ്പാർട്ട്മെൻറ്റിൽ അവർ ആൾക്കാർക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് പേർക്ക് റെക്കമെൻഡ് ചെയ്യുമായിരിക്കും. പക്ഷെ അത് കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങളത് ഡിലീറ്റ് ആക്കുന്നുണ്ടാവുക. സോ ദാറ്റ് വിൽ എഫക്റ്റ് ദിയർ പ്രോസസ്, റൈറ്റ്? അപ്പം അത് ഒന്ന്. സോ ഒരു കാരണവശാൽ നമ്മൾ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം അത് ഡിലീറ്റ് ആക്കാണ്ടിരിക്കുക. ലൈക്ക് ഇപ്പം നമ്മളിങ്ങനെ വിചാരിക്കും, ഓക്കെ ഈ വീഡിയോക്ക് ഇത്ര വ്യൂസ് ഉണ്ട്, ഈ വീഡിയോക്ക് തീരെ വ്യൂസ് ഇല്ല, അപ്പോൾ നമുക്കിത് ഡിലീറ്റ് ആക്കിയിട്ട് പിന്നെ അപ്ലോഡ് ചെയ്യാം. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ദാറ്റ് ഈസ് ദ റോങ് തിങ് ദാറ്റ് യു ഡൂയിങ്. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. ഓക്കെ, അത് വ്യൂസ് ഇല്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ, യു ക്യാൻ മേക്കപ്പ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. നിങ്ങൾ അത്രയും പ്രതീക്ഷിച്ചിട്ട് ഒരു ട്രെൻഡ് വീഡിയോ ഒക്കെ സെറ്റ് ചെയ്ത് നിങ്ങളൊരു ഷോർട്ടൊക്കെ അപ്ലോഡ് ചെയ്തു, പക്ഷെ നിങ്ങൾക്ക് വിചാരിച്ചത്ര വ്യൂസ് ഇല്ല എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ എന്താക്കും? നിങ്ങൾ പോയിട്ട് അത് ഡിലീറ്റ് ആക്കും. അപ്പോൾ നിങ്ങളുടെ പേജിന് ഇറ്റ് വിൽ എഫക്റ്റ്. ഓക്കെ, അപ്പോൾ മാക്സിമം ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ഹാവ് എ വെരി ഹെൽത്തി യൂട്യൂബ് പേജ്. ഓക്കെ, ഐ എം ഷുവർ മോസ്റ്റ് ഓഫ് യു നിങ്ങൾ യൂട്യൂബ് തുടങ്ങിയിട്ടുണ്ടാവുക ഒരു സീരിയസ് ആയിട്ട് ഉള്ളൊരു മോട്ടീവിന് തന്നെ ആയിരിക്കും. ഓഫ് കോഴ്സ് എല്ലാവരുടെയും എംപനസ് ഫോർ എന്താ പറയുക മോണിറ്റൈസേഷൻ ആവുക, അതിൽ നിന്ന് നമുക്ക് ഇൻകം ആവുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് തിങ്, റൈറ്റ്? ഒരു സൈഡ് ഹസിൽ നമ്മൾ വീഡിയോ കൊടുത്ത് ലൈക്ക് നമ്മൾ വീഡിയോ വീട്ടിലിരുന്ന് ഉണ്ടാക്കി നമുക്കൊരു വരുമാനം ഉണ്ടാവുക പറഞ്ഞാൽ ഇറ്റ്സ് എ വെരി ഗുഡ് തിങ്. എല്ലാവരും അങ്ങനെ ഒരു സീരിയസ് മോട്ടിവേഷൻ അല്ലെങ്കിൽ സീരിയസ് ഇതുകൊണ്ടാണ് നമ്മൾ ഇത് പേജ് തന്നെ ചാനൽ തന്നെ നമ്മൾ ഓപ്പൺ ആക്കുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നമ്മുടെ യൂട്യൂബ് ഒരു ഹെൽത്തി പേജായിട്ട് നമുക്ക് കൊണ്ടുപോകാം. എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോയിന്റ് എന്താ പറയുക, നമ്മുടെ സ്വന്തം വീഡിയോ, ഇപ്പം ഞാനൊരു ബിഗിനറാണ്. ഓക്കെ, ഇതൊക്കെ എനിക്ക് അറിയുന്ന പുതിയ കാര്യങ്ങളാണ്. അപ്പോൾ എനിക്കിത് നിങ്ങളോട് ഷെയർ ചെയ്യാന്നുള്ളത് മാത്രം. അപ്പോൾ ഞാൻ ഫസ്റ്റൊക്കെ ഞാൻ എൻ്റെ വീഡിയോ ഒന്ന് കണ്ടിട്ടുണ്ട്. കാരണം നമുക്കറിയില്ലല്ലോ വേറെ ആൾക്കാർക്ക് നമ്മുടെ വീഡിയോസ് എങ്ങനെയാണ് എത്തണേന്ന് അറിയില്ലല്ലോ. അപ്പോൾ നമ്മളൊന്ന് കാണും അന്നപ്പം അത് നമുക്ക് വ്യൂസ് കൂടും. അത് നമുക്കൊരു ഹരാണ്. ഓക്കെ, നമ്മുടെ വ്യൂസ് കൂടുന്നുണ്ട് എന്നുള്ളത് നമുക്ക് തന്നെ ഒരു ഹരാണ്. സോ ദാറ്റ് ഇസ് ഗോണ എഫക്റ്റ് യുവർ ചാനൽ വെരി ബാഡ്ലി. അത് നിങ്ങളുടെ റീച്ചിനെ വെരി ബാഡായിട്ട് എഫക്റ്റ് ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം അത് ചെയ്യാണ്ടിരിക്കുക. ഓക്കെ, ഇത്രയാണ് എനിക്ക് പറയാനുള്ളൂ. അപ്പം ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളൂ. ഐ ഹോപ്പ് ദിസ് വാസ് എ ഗുഡ് ആൻഡ് ഇൻഫോർമേറ്റീവ് വീഡിയോ. എനിക്ക് അറിയാവുന്ന ഞാനൊരു യൂട്യൂബ് ബിഗിനറാണ്. എനിക്കങ്ങനെ അത്രയും ഫോളോവേഴ്സ് ഒന്നുമില്ല. പക്ഷേ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് യൂട്യൂബിൻ്റെ ഗൈഡ് ലൈൻസും യൂട്യൂബിൻ്റെ പോളിസി, യൂട്യൂബിൽ എന്തൊക്കെ ചെയ്യാം ആൻഡ് വാട്ട് ഓൾ ക്യാൻ ബി ഡൺ ആൻഡ് എന്തൊക്കെ ചെയ്താലും നമുക്ക് വ്യൂസ് കിട്ടുക, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് നമുക്ക് റീച്ച് കൂട്ടാൻ പറ്റും. ഞാനിപ്പോൾ എൻ്റെ പേജ് ആക്റ്റീവ് ആക്കിയിട്ട് ആകെ 1 month ആയിട്ടുള്ളൂ. യു ക്യാൻ സി ലൈക്ക് ലാസ്റ്റ് 30 days ആയിട്ടാണ് ഞാൻ വല്ലാണ്ട് 30 to 40 days ആയിട്ടാണ് ഞാൻ വല്ലാണ്ട് യൂട്യൂബിൽ ആക്റ്റീവ് ആയിക്കണത്. സോ അപ്പോഴത്തെ ഒരു ഗ്രോത്ത് എനിക്ക് മനസ്സിലാവും. ആൻഡ് ഇപ്പോൾ വീഡിയോസിൻ്റെ വ്യൂസ് ആണെങ്കിലും നമുക്ക് മനസ്സിലാവും. അപ്പം നമ്മൾ ഇതൊക്കെ ഫസ്റ്റ് ചെയ്യുന്ന ഓരോരോ മിസ്റ്റേക്സാണ് ഇത്. ഇനി ഇപ്പം ഞാൻ ഇത് നോക്കുമ്പം എനിക്കിതൊന്നും അറിയണ്ടായിരുന്നില്ല. ഇങ്ങനെയൊക്കെ ഒരു ഗൈഡ് ലൈൻസും പോളിസീസൊക്കെ യൂട്യൂബിന് ഉണ്ടെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. പക്ഷേ നമ്മൾ ഓൺ ദ ജേർണി we will learn a lot of things about YouTube. this is nothing, it's just a basic thing. പക്ഷേ ഈ ഒരു ബേസിക് തിങ് ലൈക്ക് നമ്മൾ പറയില്ലേ, ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഫൗണ്ടേഷൻ ശരിയായാലാണ് ഫോർവേഡ് ബിൽഡിംഗ് പ്രോസസ്സ് സ്മൂത്ത് ആവുള്ളൂ. അപ്പം അതുപോലെ തന്നെയാണ് എല്ലാ സംഭവം. ഇപ്പം നമ്മൾ യൂട്യൂബിൽ ചാനൽ തുടങ്ങുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഗൈഡ് ലൈൻസൊക്കെ നമ്മൾ ഫോളോ ചെയ്ത് മുന്നോട്ട് പോയാലാണ് നമുക്കൊരു ഹെൽത്തി ചാനൽ ഉണ്ടാവാൻ പറ്റുള്ളൂ. കഴിയുന്നതും നിങ്ങൾ ഇത് പാലിക്കാൻ നോക്കുക. ഓക്കെ, ഇത് ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല. ദിസ് ഈസ് ഗോണ ഫ്രീസ് യുവർ അക്കൗണ്ട്. അപ്പം അത് മനസ്സിൽ വെച്ചിട്ട് എല്ലാവരും മുന്നോട്ട് പോവുക. കാരണം ഇനി ഓപ്പൺ ആക്കുന്ന സോ എല്ലാവർക്കൊക്കെ ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു ഈ ഒരു വീഡിയോ കൊണ്ട്. So I hope this video was informative for all of you out there and hope to see you in the very next video. Till then,
take care and subscribe to my channel, press the bell icon